അതായത് ഞാൻ ഈ പറഞ്ഞ കണക്കുകൾക്കൊപ്പം 2-3 കണക്കുകൾ കൂടി വളരെ വേഗം കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞു ഉണ്ണി ബാലകൃഷ്ണൻ. മൊത്തമുള്ള 125 രാജ്യങ്ങളിൽ 111 രാജ്യങ്ങളുടെ 111ാമത്തെ പട്ടികയിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം, ദുഃഖകരമായ കാര്യം. ഈ പട്ടിക നമ്മുടെ മുൻപിലുണ്ടേ. പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളുടെ കണക്ക് 24 കോടി ആളുകളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി എന്ന ആക്ച്വൽ നമ്പേഴ്സിൽ പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യ രാജ്യത്തുള്ള പട്ടിണിയുടെ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അതേസമയം നമ്മളുടെ സാമ്പത്തിക വളർച്ചയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന 1% സാമ്പത്തിക വളർച്ച, താഴെയുള്ള 30% സാമ്പത്തിക വളർച്ചയുടേതിനേക്കാൾ 10 മടങ്ങാണ് എന്ന കണക്ക് നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നൊരു കണക്കാണ്. ഇക്വിറ്റി എന്നൊരു പദപ്രയോഗമുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിന്ന് എന്നേക്കുമായി പോയി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കണക്കുണ്ട്, ഡെപ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തെ അടക്കം ആക്ഷേപിക്കുന്നവർ അറിയേണ്ട ഒരു കണക്കുണ്ട്. GDPയും ഡെപ്റ്റുമായിട്ടുള്ള റേഷ്യോ 57.1%. നമ്മുടേതാണെങ്കിൽ നിൽക്കുന്നതാവട്ടെ പരമാവധി 37% താഴെയാണ്. എന്ന് പറഞ്ഞാൽ 205 ലക്ഷം കോടി രൂപ കടം വാങ്ങി ഈ സർക്കാർ നമ്മളുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു കണക്കുണ്ട്, ജെൻഡർ ഗ്യാപ്പ്. നാരീശക്തിയെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ. നമ്മുടെ രാജ്യത്തെ ജെൻഡർ ഗ്യാപ്പ് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 146 രാജ്യങ്ങളിൽ 127ാം സ്ഥാനത്താണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ തലകുനിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒന്നുണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തെ എപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകുന്നുണ്ടോ, എപ്പോഴൊക്കെ മായിക ഭ്രമങ്ങളിൽ ഈ അധികാരികൾ പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം നേരായ ദിശയിൽ നിയന്ത്രിച്ചു നിർത്തുന്നത് പോളിംഗ് ഡേയിൽ രാവിലെ 7 മണിക്ക് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് തൻ്റെ കുഞ്ഞുമക്കളുമായി നിൽക്കുന്ന സ്ത്രീകളാണത് നിയന്ത്രിക്കുന്നത്. ഉജ്ജ്വൽ ഗ്യാസ് യോജന എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വിത്തിൻ ഇൻവേർട്ടഡ് കോമ. കാരണം 12 ഗ്യാസ് കണക്ഷൻ കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്? ഇത് 2012 കണക്കും 2022 കണക്കും തമ്മിലുള്ള വ്യത്യാസം എത്ര? 414 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഗ്യാസ് 1000-ലധികം രൂപയ്ക്ക് കിട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഉജ്ജ്വലമായിരുന്നു ആ വർധനവ്. അതാണ് ഗ്യാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ. അതുകൊണ്ടാണ് ജെൻഡർ ഗ്യാപ്പ് 127 പറയുന്നത്. ഇപ്പോഴും അവർക്ക് ചാണകവരളിയും ഈ പറയുന്ന കൊള്ളി വിറകും എടുത്തുകൊണ്ട് വേണം അടുക്കളയിൽ തീ പുകയ്ക്കാൻ. അതിനുശേഷമേ പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും അവർക്ക് പൊതു ജനമധ്യത്തിൽ വരുന്നതിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിയൂ. അതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. കറപ്ഷൻ പെർസെപ്ഷൻ, ലാസ്റ്റ് പോയിന്റ്, കറപ്ഷൻ പെർസെപ്ഷൻ രാജ്യത്തിൻ്റെ കണക്കെത്രയാണെന്നറിയാമോ? 2012 36 പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ 39 പോയിന്റായിട്ട് ഉയർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം 180 രാജ്യങ്ങളിൽ 93ാം സ്ഥാനത്താണ് കറപ്ഷൻ ഇൻഡെക്സ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ചെയ്തത് എന്താണ് സ്മൃതി? ഇലക്ട്രൽ ബോണ്ട് വഴി ചെയ്തത് രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ചല്ല. നിങ്ങൾ നോക്കൂ, 2G സ്പെക്ട്രം കേസ് ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വഴി എന്താ ചെയ്തത്? അഴിമതിയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ചെയ്തത്. അതാണ് സിസ്റ്റമാറ്റിക് പൊളിറ്റിസൈസേഷൻ ഓഫ് കറപ്ഷൻ. അതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അഴിമതിയെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചു. അങ്ങനെ ED അന്വേഷണം വിടുന്നു. അവിടെ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി EDക്ക് കീഴടങ്ങാതെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വേദാന്ത വരുന്നു, EDയുടെ അന്വേഷണം വരുന്നു. ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മേഘാ പ്രൊജക്റ്റ് വരുന്നു, ഹബ്ബ് പവർ പ്രൊജക്റ്റ് വരുന്നു, അരബിന്ദോ ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നു. ഈ കമ്പനികളെല്ലാം ED വരുന്നു, തൊട്ടു പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് വരുന്നു. ഇത് നടക്കുന്നൊരു രാജ്യമാണ്. പക്ഷേ ഇത് ഇന്ത്യ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് മുഴുവൻ CAA വിഷയമാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്കാണെന്ന് അവർ കരുതുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും നിശ്ചയിക്കുന്നത് ഈ പുലർക്കെ പോളിംഗ് ദിവസം അതിരാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന ഇന്ത്യയിലെ വനിതകളാണ്. അവർ പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യശക്തികളാണ്. 47 കോടിയോളം ആളുകൾ ഈ സ്ത്രീകളാണ് വോട്ടർമാരായി ബൂത്തിലെത്താൻ പോകുന്നത്. അവരെ കബളിപ്പിക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള മായിക ഭ്രമങ്ങൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ, ഒരു അബ്നോർമൽ ഇലക്ഷൻ ആണോ നമ്മൾ നേരിടാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ. അടുത്ത 15-20 ദിവസങ്ങൾ നിർണായകമാണ്. ഇതിനും അപ്പുറം ഒരു നെഗറ്റീവ് BJP NDA കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതകൾ മുന്നിൽ തുറന്നു കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.